ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ ദയാ ആശുപത്രിക്ക് സമീപം മാരുതി വർക്ക്ഷോപ്പിൽ കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയിൽ CPM BJP ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്നും KPCC പ്രസിഡന്റ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കുറുപ്പം റോഡിലെ കടകളിൽ വെള്ളം കയറി. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7-അംഗ ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. P. ആന്റണി കേരള വിഷൻ ചെയർമാൻ. കുന്നംകുളം അഞ്ഞൂർകുന്നത്ത് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. ചിറ്റന്നൂർ സ്വദേശി ആലത്തി വീട്ടിൽ ബിനീഷിനാണ് മർദ്ദനമേറ്റത്. മുഖത്തും തലയ്ക്കും പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇഡലി പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. കുറ്റിച്ചിറ സ്വദേശി ഇഷാന്റെ കൈവിരലാണ് ഇഡലി പാത്രത്തിൽ കുടുങ്ങിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ ദയാ ആശുപത്രിക്ക് എതിർവശത്തുള്ള മാരുതി വർക്ക്ഷോപ്പിൽ റിപ്പയർ നടത്തിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ജയകുമാർ, ശശി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. വിയൂർ സ്വദേശി ജയദേവൻ എന്നയാളുടെ കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായി കത്തിനശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം? ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? സൂര്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45 കൂടിയാണ് പെരിങ്ങാവിൽ ദയ ആശുപത്രിക്ക് എതിർവശത്തുള്ള മാരുതി ടോപ്പ് റേഞ്ച് എന്ന വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി ഒരു 3 മണിയോടെ തീ അണയ്ക്കുകയായിരുന്നു. ഇലക്ട്രിക്കൽ സ്പാർക്ക് മൂലമുണ്ടായ വൈദ്യുതി സർക്യൂട്ടിലുള്ള ഷോർട്ട് മൂലമുണ്ടായ ഇലക്ട്രിക് സ്പാർക്കാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2:45 ഈ ഡാറ്റ്സൺ ഗോ എന്ന കാർ ഇവിടേക്ക് പെട്രോൾ ഗേജിലുണ്ടായിരുന്ന തകരാറ് പരിഹരിക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. അത് തകരാറ് പരിശോധിച്ചുകൊണ്ടിരിക്കുക, മീറ്റർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിൻഭാഗത്ത് നിന്ന് തീ ആളിപ്പടർന്നത്. ഉടൻ തന്നെ തീ പെട്ടെന്ന് വളരെ ശക്തമായി ആളിപ്പിടിക്കുകയും ആ തീപിടുത്തം അവർക്ക് അവിടെയുള്ള പ്രാഥമിക സംവിധാനങ്ങൾ കൊണ്ട് തീ അണയ്ക്കാൻ കഴിയാതിരുന്ന മൂലം അവർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് പെട്ടെന്ന് എത്തുകയും ഫയർഫോഴ്സ് ആണ് പിന്നീട് തീ അണച്ചത്. ഈ തീപിടുത്തത്തിൽ ആർക്കും വേറെ പരിക്കുകളോ മറ്റു സംഭവങ്ങളോ ഇല്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കാറുകളും മറ്റും അതിലേക്ക് ഒന്നും തീ പിടിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. സൂര്യ. ശരി അഗസ്റ്റിൻ. തൃശൂർ ദയാ ആശുപത്രിക്ക് സമീപം മാരുതി വർക്ക്ഷോപ്പിൽ കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഷയത്തിലും CPM BJP ബന്ധം മറനീക്കി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ മകനുള്ള ED നോട്ടീസ് അന്തരീക്ഷത്തിലുണ്ട്. CPMന് വല്യേട്ടൻ മനോഭാവമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം KPCC പുനഃസംഘടനയിൽ ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഭകളുടെ പരാതി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. കോൺഗ്രസിനോട് മാത്രമേ എല്ലാവർക്കും സഹകരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും കഴിയൂ. ഉന്നയിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.
LDF പോലും ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ PMC പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നു. CPI നേതാക്കന്മാര് അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. CPI ഉറച്ചു നിൽക്കുമെങ്കിൽ ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും. ആ കാര്യത്തിൽ CPI പലപ്പോഴും പല വിഷയങ്ങളും പറയാറുണ്ട്. പിന്നീട് അവര് അത്തരം വിഷയങ്ങൾ ഉപേക്ഷിക്കാറ് പതിവാണ്. CPM-ന്റെ ഒരു വലിയേട്ടൻ മനോഭാവമാണ് LDF ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ CPI മാത്രം നിലപാട് സ്വീകരിച്ചാൽ പോരാ, മറ്റ് LDF കക്ഷികളും അഭിപ്രായം പറയണം. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. BP കുറഞ്ഞതിനെ തുടർന്നാണ് തൃശൂർ സൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യം തൃപ്തികരമാണ്. ചെറിയൊരു ക്ഷീണം ഉണ്ടായി, അത്രേ ഉള്ളൂ. ഡോക്ടർ പരിശോധിച്ചു, ചെറിയ വിശ്രമത്തിന് ശേഷം പോവാം. ആവശ്യമായ പരിശോധന നടത്തി, ആവശ്യമായ പരിശോധന, ചെറിയ ചികിത്സയൊക്കെ ഉള്ളൂ. സീരിയസ് അല്ല. ശരി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർകോട്, കണ്ണൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയോട് ചേർന്ന സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഈ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടുണ്ട്. ദേശീയപാതയിലും കിഴക്കേ സർവീസ് റോഡിലും വെള്ളം കയറിയ അവസ്ഥയാണ്. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കാൽനടയാത്ര ദുസ്സഹമായി മാറി. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകേണ്ട പല തോടുകളും മണ്ണിട്ട് മൂടിയതാണ് പ്രശ്നമായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. തൃശൂർ കുറുപ്പം റോഡിലെ കടകളിലും കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം കയറി. 3 കടകളിലാണ് വെള്ളം കയറിയത്. സഹോദരങ്ങളായ തോട്ടൻ ആൻഡു, ജോഷി എന്നിവരുടെ ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് കടയിലും സണ്ണി എന്നയാളുടെ കിച്ചൺ ആക്സസറി കടയിലുമാണ് വെള്ളം കയറിയത്. റോഡ് പുനർനിർമ്മിച്ചതോടെയാണ് കടകളിലേക്ക് വെള്ളം കയറുന്നത് പതിവായത്. മാരാർകോളിൽ ബണ്ട് പൊട്ടി. കൃഷി ഇറക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ മാരാർകോളിന്റെ ബണ്ട് പൊട്ടി 60 ഏക്കർ നെൽകൃഷി നശിച്ചിരുന്നു. ബണ്ട് പൊട്ടിയതിനെ തുടർന്ന് എൽത്തുരുത്ത് കോളിലും വെള്ളം കയറി. എൽത്തുരുത്തിൽ 90 ഏക്കറിലും കൃഷിനാശം ഉണ്ടായി. തുടർന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇടപെട്ട് KLDC മുഖേന പുനഃസ്ഥാപിച്ച ബണ്ടാണ് വീണ്ടും തകർന്നത്. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7 അംഗ ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. തൃശൂർ അരണാട്ടുകരയിലെ കേരള വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് 2025-26 വർഷത്തേക്കുള്ള പുതിയ 7 അംഗ ഡയറക്ടർ ബോർഡ് ഭരണസാരഥ്യം ഏറ്റെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി വർഷങ്ങളുടെ പ്രവർത്തന മികവും അനുഭവസമ്പത്തും കൈമുതലാക്കിയ P. ആന്റണിയാണ് തൃശൂർ കേരള വിഷന്റെ പുതിയ ചെയർമാൻ. മാനേജിംഗ് ഡയറക്ടറായി T. ജയപ്രകാശും ഫിനാൻസ് ഡയറക്ടറായി P. ഗോപകുമാറും തുടരും. R. മോഹനകൃഷ്ണൻ, KC ജോൺസൺ, PP. ഓം പ്രകാശ്, KA ഡേവിസ് എന്നിവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, മുൻ ഡയറക്ടർമാർ എന്നിവർ ചേർന്ന് പുതിയ സാരഥികളെ സ്വീകരിച്ചു. കൂടുതൽ മികച്ച സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി കേബിൾ TV ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാകും മുൻഗണനയെന്ന് സാരഥികൾ പറഞ്ഞു. TCV തൃശൂർ. കുന്നംകുളം അഞ്ഞൂർകുന്നത്ത് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശി ആലത്തി വീട്ടിൽ ബിനീഷിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബിനീഷ് കർണാടകയിലാണ് ജോലി ചെയ്യുന്നത്. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അഞ്ഞൂർകുന്നത്തെ സുഹൃത്തുക്കളെ കാണാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് 3 അംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പു പൈപ്പ് കൊണ്ട് ആക്രമിച്ചത്. മുഖത്തും തലയ്ക്കും കൈക്കും പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. അഗ്നിരക്ഷാസേനാംഗങ്ങൾ അതിസൂക്ഷ്മമായി 1 മണിക്കൂർ പരിശ്രമിച്ച് സ്റ്റീൽ തട്ട് മുറിച്ചുമാറ്റി. കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം സ്വദേശികളായ ജിനേഷ് അഖില ദമ്പതികളുടെ മകൾ ഇഷാന്റെ കൈവിരലാണ് രാത്രി വീട്ടിൽ വെച്ച് പാത്രത്തട്ടിൽ കുടുങ്ങിയത്. വീട്ടുകാർ എത്ര ശ്രമിച്ചിട്ടും കുട്ടിയുടെ വിരൽ ഊരിയെടുക്കാനായില്ല. തുടർന്ന് ചാലക്കുടിയിലെ അഗ്നിശമന സ്റ്റേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു. നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ സാന്ത്വനിപ്പിച്ച് അതീവ സുരക്ഷിതമായാണ് പാത്രത്തട്ട് മുറിച്ചെടുത്തത്. സീനിയർ റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ 8ഓളം പേർ ദൌത്യത്തിൽ പങ്കാളികളായി. മദപ്പാടിലായ കൊമ്പൻ കബാലി വീണ്ടും മലക്കപ്പാറ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും റോഡിലിറങ്ങിയ കൊമ്പൻ രാവിലെ 7 വരെ വാഹനങ്ങളെ കടന്നുപോകാൻ അനുവദിച്ചില്ല. റോഡിലൂടെ തലങ്ങും വിലങ്ങും നടന്ന ആന പിന്നീട് ആനക്കയത്ത് വെച്ചാണ് കാട്ടിലേക്ക് കയറിപ്പോയത്. വീണ്ടും ഇവൻ തിരികെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വനപാലകർ ഭയക്കുന്നു. ദിവസങ്ങളായി ഷോളാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കബാലിയെ നേരിടുന്നതിന് തലങ്ങും വിലങ്ങും പായുകയാണ്. ഞായറാഴ്ച 5 മണിക്കൂറോളം ഗതാഗത സ്തംഭനം ഉണ്ടാക്കിയ കബാലി 3 വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. സ്ഥിതി ഗുരുതരമായതോടെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള പ്രതിരോധ നടപടിയിലേക്ക് കടക്കുവാൻ വനം വകുപ്പ് ആലോചിക്കുന്നു. തീപ്പന്തം വലിച്ചെറിഞ്ഞും ഒച്ചവെച്ചും ആനയെ തുരത്തുന്ന പതിവ് തന്ത്രങ്ങൾ ഒന്നും ഫലിക്കുന്നില്ല. വലിച്ചെറിയുന്ന പന്തം ചവിട്ടിക്കെടുത്തി കബാലി അവിടെ തന്നെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഷോളയാർ ആനക്കയം ഭാഗത്ത് നിൽക്കുന്ന ചൂണ്ടപ്പനകൾ റോഡിലേക്ക് മറിച്ചിട്ട് ഭക്ഷിക്കുമ്പോഴാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. ഇത് തിന്ന് തീർക്കാൻ വേണ്ടിവരുന്ന സമയം അത്രയും വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും കിടക്കുകയും ചെയ്യുന്നു. ഒരു പന തിന്നു തീർക്കാൻ മണിക്കൂറുകളോളം വേണ്ടിവരും എന്നാണ് വനപാലകർ പറയുന്നത്. ഇത്രയും നേരം വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ദുരിതത്തിലാകുന്നു. ഞായറാഴ്ച വൈകിട്ട് കോതമംഗലം യൂണിറ്റിൽ നിന്നും വിനോദയാത്രയ്ക്ക് എത്തിയ KSRTC ബസ് കബാലി അടിച്ചു തകർത്തു. 2 കാറുകളുടെ നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ ആർക്കും പരിക്കേറ്റില്ല. വന്യജീവികൾക്ക് പ്രത്യേക സംരക്ഷണമുള്ള മേഖലയായതിനാൽ ഇവിടെ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് ഗതാഗതത്തിന് സമയക്രമം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ വനപാലകർ സുരക്ഷാവലയം തീർക്കുന്ന ദൌത്യം 2 വർഷം മുൻപ് കബാലിക്ക് വേണ്ടി ഇവിടെ ചെയ്തിരുന്നു. മദപ്പാടുള്ള ഘട്ടത്തിലാണ് കബാലി ഷോളയാറിൽ എത്തുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. കടലിൽ മത്സ്യബന്ധനത്തിനിടെ വീണ്ടും വല നശിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ കാരുണ്യ എന്ന വള്ളത്തിലെ വലയാണ് ഏറെക്കുറെ പൂർണ്ണമായി നശിച്ചത്. അടിത്തട്ടിലുള്ള ഏതോ വസ്തുവിൽ കുരുങ്ങിയാണ് വല നശിച്ചത്. സ്നേഹതീരം എന്ന വള്ളത്തിലെ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ബാക്കിയുള്ള വല പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂർ, കൊച്ചി തീരക്കടലിൽ മത്സ്യബന്ധന വള്ളങ്ങളുടെ വല നശിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. തുലാമാസ വാവുബലി തർപ്പണത്തിന് വിവിധ സ്നാനഘട്ടങ്ങളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി തർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി KM ദിലീപ് കുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കൂർക്കഞ്ചേരി കീഴ്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ 5 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ വാവറാട്ട് നാളെ നടക്കും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ലേബർ റൂം, തീവ്രപരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള ഡ്യൂട്ടികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. ശമ്പള ക്ഷാമത്തെ കുടിശ്ശിക നൽകുക, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകത പരിഹരിക്കുക, രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എറണാകുളം സ്വദേശി കൊടിമരം ജോസ് തൃശൂരിൽ പിടിയിലായി. എറണാകുളം നോർത്ത് പോലീസാണ് പിടികൂടിയത്. കൊലപാതകവും കവർച്ചയുമടക്കം 20ലേറെ കേസുകളിൽ പ്രതിയാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപത്ത് പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ATMൽ നിന്ന് യുവാവിന്റെ 10,000-ഓളം രൂപ കൈക്കലാക്കിയ ശേഷം മർദ്ദിച്ച് അവശനാക്കി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്നും ഇതുമൂലം ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി R. ബിന്ദു പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ.
പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത അധ്യക്ഷയായിരുന്നു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലം സാധ്യമായിട്ടുള്ളത്. പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാറ് വൈദ്യുതി തൂണിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം. ചിറക്കൽ ഭാഗത്തുനിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പെങ്ങാമുക്ക് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൃശൂർ സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിതി അക്ഷരനിധി പുരസ്കാരം തൃശൂർ ജില്ലാ ജയിൽ ലൈബ്രറിക്ക് സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാലചന്ദ്രൻ വടക്കേടത്ത് നിലപാടിൽ ഉറച്ചുനിന്ന വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ N ശ്രീകുമാർ, MP സുരേന്ദ്രൻ, ഡോക്ടർ P സരസ്വതി, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, അനിൽ സമ്രാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. തൃക്കണ്ണാപതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളിലും പാടശേഖരങ്ങളിലുമാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പരിസരവാസികളും വഴിയോര കച്ചവടക്കാരും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നത് പതിവായ സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കർശനമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാലിന്യം ഇന്നലെ രാത്രിയാണ് കൊടുന്ന് തട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ആൾക്കാർക്ക് നടന്നു പോകാനോ ആളുകൾക്ക് നടന്നു പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. സ്കൂൾ കുട്ടികളൊക്കെ പോണ വഴികളാണ്. രാത്രി വന്നിട്ടാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് അവർ തട്ടി പോണത്. ഇവിടെയുള്ള അടുത്തുള്ള കടകൾക്കൊന്നും തുറക്കാൻ പറ്റുന്നില്ല, വീടുകളൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചിറ്റണ്ട വരെ ഉണ്ട്. ഈ വെള്ളത്തിരി കയറ്റം വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ കോടാലിയിൽ സംഘടിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, PK രാജൻ, PJ ജോസഫ്, NP അഭിലാഷ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് 17 വർഷം മുൻപ് മോഷണം പോയ അമൂല്യ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷൈൻ നെടിയിരുപ്പിൽ, AK ചന്ദ്രശേഖരൻ, ലോചനൻ അമ്പാട്ട്, സേവ്യൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ ഉഴവത്തുകടവ് റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. BR സുനിൽകുമാർ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ KR ജൈത്രൻ, ചന്ദ്രൻ കളരിക്കൽ, മുൻ കൌൺസിലർ TP പ്രബേഷ് എന്നിവർ സംസാരിച്ചു. DYFI തിരുവില്ലാമല വെസ്റ്റ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി നീരജ് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് K അനിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K സജയകുമാർ, N അമൽരാജ്, KR മനോജ്, CR ഉണ്ണികൃഷ്ണൻ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തിലും വ്യക്തിജീവിതത്തിലും കലഹത്തെ സർഗാത്മകമാക്കിയ വിമർശകനായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് സാഹിത്യ നിരൂപകൻ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മ വല്ലപ്പാട് സംഘടിപ്പിച്ച ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീണ്ടെടുപ്പ് കൂട്ടായ്മ ചെയർമാൻ K ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ MK ഹരികുമാറിനും
കവയിത്രി നോമി കൃഷ്ണയ്ക്കും എഴുത്തുകാരൻ UK കുമാരൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ മായന്നൂരിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച സബ് സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം സുദേവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ V നിഷ, ശിവൻ വീട്ടിക്കുന്ന്, EK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ER ഷീല, ഹേമലത രാജ്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CH കണാരന്റെ ചരമവാർഷിക ദിനം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, RA അബ്ദുൽ ഹക്കീം, PK രമേശ്, KK മനോജ്, കൃഷ്ണൻ തുപ്പത്ത എന്നിവർ സംസാരിച്ചു. പെരിങ്ങാട് സെന്റ് തോമസ് കുരിശുപള്ളിയിൽ മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചു. ഫാദർ ലിവിൻ ചൂണ്ടൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ ബെന്നി മാറോക്കി, PT റാഫേൽ, ഭരണസമിതി സെക്രട്ടറി റോബിൻ വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് മുഴുവൻ വിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. മുലയംപറമ്പത്തുകാവ് വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CV മണികണ്ഠൻ, വിനോദ് വട്ടേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി VN വാസവന്റെയും കോലം കത്തിച്ചു. ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കാടാമ്പുഴ എന്നിവർ സംസാരിച്ചു. തെക്കുംകര കുടുംബശ്രീ ADS 27ാം വാർഷികം ആഘോഷിച്ചു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി K മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ കുടുംബശ്രീ സംരംഭകരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലേറ്റുങ്കര BVM ഹൈസ്കൂളിൽ 1998 SSLC ബാച്ചിന്റെ സംഗമം നടത്തി. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾ ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ PK മോജോ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ സരിത രാജേഷ്, ബാബു ജോൺ, ഷിജോ ജോണി, PG മണികണ്ഠൻ, PN വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമം നടത്തി. കയ്പമംഗലത്ത് നടന്ന പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കലാസാംസ്കാരിക വിദ്യാഭ്യാസ പ്രവാസി രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, പ്രവാസി ഫെഡറേഷൻ ഭാരവാഹികളായ VK സുലൈമാൻ, A സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനവും വികസന സദസ്സും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളാനിക്കര മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ജലാലി
യാറാധീപ് വാർഷികവും ജിലാനി ആണ്ട് നേർച്ചയും ഭാഗമായുള്ള അന്നദാനവും നടന്നു. മഹൽ പ്രസിഡന്റ് അലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. റാത്തീബ് മജ്ലിസിന് മഹൽ ചീഫ് ഇമാം മുസ്തഫ ഗുദ്സി, മഹൽ സെക്രട്ടറി KB ഷെബിൻ, മുഹമ്മദ് ഷെരീഫ് നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് വടംവലി മത്സരം സംഘടിപ്പിച്ചു. മങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം എരുമപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. MFA പ്രസിഡന്റ് ഷോബി ജോൺ അധ്യക്ഷനായി. 25 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി ജേതാക്കളായി. അവഞ്ചേഴ്സ് വാണിയംകുളം 2ാം സ്ഥാനവും വിൻ ബോയ്സ് തൃശൂർ 3ാം സ്ഥാനവും നേടി. കേരള ക്രിക്കറ്റ് ലീഗ് ക്ലബ്ബായ ഏരിസ് കൊല്ലം സെയിലേഴ്സിന്റെ സ്പോർട്സ് തെറാപ്പിസ്റ്റ് ആയ മങ്ങാട് സ്വദേശി VV വിജീഷ് 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ MFA അംഗം രാംദേവിനെയും യോഗത്തിൽ ആദരിച്ചു. മരണപ്പോളിൽ മുഖാമുഖം കണ്ടുമുട്ടുന്ന കമ്പനിയുടെ കൊലകുമ്പന്മാർ അനവധിയായ മത്സരമാമാകത്തിൽ മാറ്റുരയ്ക്കുന്ന ഒരു പരന്തിരത്തിൽ ചന്തമുള്ള ചിമ്മിനി അണക്കിട്ടുള്ള BDJS നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പ്രസിഡന്റായി PD സുരേഷ് ബാബുവും ജനറൽ സെക്രട്ടറിയായി വിജയൻ ചെമ്പാറയും തിരഞ്ഞെടുക്കപ്പെട്ടു. റീജ അജയനാണ് ട്രഷറർ. മുല്ലശ്ശേരി പഞ്ചായത്ത് 6ാം വാർഡിലെ 46ാം നമ്പർ അംഗനവാടി കുട്ടികൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ ബിന്ദു സത്യൻ, മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോട്ട ജോട്ടി ആകാശ ജാംബുരി സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ 240 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൌട്ട് ലീഡർ KM മുരളീധരൻ, പ്രിൻസിപ്പൽ KJ ഫീല, പ്രധാന അധ്യാപിക VC ബോസ്, PTA പ്രസിഡന്റ് RH ഹാരിസ്, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങി. ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സർഫാസ് മുഹമ്മദ്, ട്രഷറർ അഭിജിത്ത്, പാലിയേറ്റീവ് കോർഡിനേറ്റർ KP ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടൻ GMLP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പെൻസിൽ ഡ്രോയിംഗ് മത്സരം സംഘടിപ്പിച്ചു. ചിത്രകലയിലെ റെക്കോർഡ് ജേതാവ് മുഹമ്മദ് അനസ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം NK വിമല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ്, ബ്ലോക്ക് അംഗം ഗ്രേസി ജേക്കബ്, പ്രധാനാധ്യാപിക KK ജെയ്സി, PTA പ്രസിഡന്റ് PV ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെട്ടിശ്ശേരി മിനി നഗറിൽ നിന്നും അമ്പലത്തിന് പിൻവശത്തു നിന്നും മുക്കാട്ടുകര ഡിവൈൻ നഗറിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിന് തടസ്സം കൂടാതെ ചിരടം ചിറവഴി കടന്നുപോകുവാൻ വേണ്ടി പാതയൊരുക്കി കർഷകർ. പാതിവഴിയിൽ നിൽക്കുന്ന ചിറയുടെ പണികളും കനാലിന്റെ പണികളും പൂർത്തീകരിക്കുവാൻ വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഭരണകൂടം അനങ്ങാപ്പാറയായി നിൽക്കുന്നതുകൊണ്ടാണ് കർഷകർ നേരിട്ട് പാതയൊരുക്കുവാൻ ഇറങ്ങിയത്. കാലം തെറ്റിവരുന്ന മഴ കാരണം കർഷകർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിരുന്നു. സമീപ പ്രദേശത്തെ വീടുകളിൽ വെള്ളവും കയറി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. P നന്ദകുമാർ, വിപിൻ വലിയ വിളപ്പിൽ, K മോഹനൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം നാളെ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായും മെമ്പർമാരെയും ചടങ്ങിൽ ആദരിക്കും. K രാധാകൃഷ്ണൻ MP ആദരവ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ES സുരേഷ്, NP അജയൻ എന്നിവർ പങ്കെടുത്തു.
കൊടകര തേശ്ശേരി പുത്തുകാവ് ബ്രാഞ്ച് കനാൽ പാലം പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ CA റെക്സ്, TV പ്രജിത്ത്, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ GCC KMCC കയ്പമംഗലം നിയോജക മണ്ഡലം കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി. പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EK മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഷിഹാസ് സുൽത്താൻ, സലീം പുറക്കുളം, SA സിദ്ദിഖ്, CA അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. പോലെയുള്ള അതുപോലെ നമ്മളെ കുട്ടമംഗലം സലീം മറ്റ് പ്രാരാബ്ദങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മാറി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മലമ്പാമ്പിനെ പിടികൂടി. ജനതാ ആശുപത്രിക്ക് സമീപം റേഷൻ കടയുടെ പരിസരത്ത് നിന്നാണ് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 11,980 രൂപ, പവന് 95,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ ദയ ആശുപത്രിക്ക് സമീപം മാരുതി വർക്ക്ഷോപ്പിൽ കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. PMC പദ്ധതിയിൽ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയിൽ CPM BJP ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്നും KPCC പ്രസിഡന്റ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കുറുപ്പം റോഡിലെ കടകളിൽ വെള്ളം കയറി. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7 അംഗ ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. P. ആന്റണി കേരള വിഷൻ ചെയർമാൻ. കുന്നംകുളം അഞ്ഞൂർകുന്നത്ത് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. ചിറ്റന്നൂർ സ്വദേശി ആലത്തി വീട്ടിൽ ബിനീഷിനാണ് മർദ്ദനമേറ്റത്. മുഖത്തും തലയ്ക്കും പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. കുറ്റിച്ചിറ സ്വദേശി ഇഷാന്റെ കൈവിരലാണ് ഇഡ്ഡലി പാത്രത്തിൽ കുടുങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.